നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പ് അടുത്ത് വരുമ്പോൾ താരങ്ങൾക്ക് പരിക്ക് പറ്റുന്നത് ആരാധകർക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ ദേശീയ ടീമിൻ്റെ കോച്ചുമാർക്കും. ഇപ്പോഴിതാ ഫൈനലിസിമ വരാൻ പോകുന്നു. ഒരു മാസം സമയം മാത്രമാണ് ഫൈനലിസിമക്ക് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിലാണ് അർജന്റീനയുടെ സൂപ്പർ താരം ലൗട്രോ മാർട്ടിനസിന് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന് ആഴ്ചകളോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമ പ്രവർത്തകനായ ഗാസ് നെഡൂല് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്റർ മിലാന് മത്സരമുണ്ടായിരുന്നു. ആ കളിയിൽ അവർ പരാജയപ്പെട്ടു. ആ മത്സരത്തിനിടക്കാണ് താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. കളി ഒരു 60 മിനിറ്റൊക്കെ പിന്നിടുന്ന സമയത്ത് അദ്ദേഹത്തെ കോച്ച് പിൻവലിക്കുകയും ചെയ്തു. ഏതായാലും ആ മത്സരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ഗാസ് നെഡൂല് പുറത്തുവിടുന്നുണ്ട്. ഇതൊരു സീരിയസ് ഇഞ്ചുറിയാണ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ദീർഘകാലം പുറത്തിരുന്ന് സർജറിയുടെ ആവശ്യമൊന്നുമില്ല. ഒരു മസിൽ ഇഞ്ചുറിയാണ്, കാഫിൽ മസിൽ ഇഞ്ചുറിയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ കുറച്ചാഴ്ചകൾ കളിക്കളത്ത് നിന്ന് പുറത്തിരുത്താൻ ഈ ഇഞ്ചുറി കാരണമായേക്കും. പക്ഷേ ഇതൊരു വലിയ രൂപത്തിൽ വേൾഡ് കപ്പൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഇഞ്ചുറി അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഗാസ് നെഡൂല് പറയുന്നത്. അതൊരു ആശ്വാസകരമായ വാർത്തയാണെങ്കിലും ഫൈനലിസിമക്ക് താരമുണ്ടാകും. അതിന് ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. ഓൾറെഡി അർജന്റീനയുടെ ചില പ്രമുഖ താരങ്ങൾക്ക് പരിക്കേറ്റത് ലയണൽ സ്കലോനിക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. TOC സ്പോർട്സ് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. താരങ്ങളുടെ പരിക്ക് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സ്കലോനിയെ നിർബന്ധിതനാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതിനിടക്കാണിപ്പോൾ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ ഹുലിയൻ ആൽവാരസ് ഇപ്പോൾ അത്ര വലിയ ഫോമിലല്ല. ആ ഘട്ടത്തിലാണ് ലൗട്രോ മാർട്ടിനസ് മിന്നും ഫോമിലുള്ളത്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്കയേറ്റുന്ന കാര്യം. ഫൈനലിസിമയിൽ സ്പെയിനാണ് എതിരാളികൾ. മാർച്ച് 27 ഖത്തറിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. പക്ഷേ ആ കളിക്ക് പ്രമുഖ താരങ്ങൾ പരിക്കില്ലാതെ ഫിറ്റായി ഇറങ്ങണം. അതാണ് വേണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.